ബിരിയാണി എന്ന് പറഞ്ഞാൽ എപ്പോൾ കിട്ടിയാലും അപ്പം തന്നെ കഴിക്കും. അതാണ് അവസ്ഥ. കുറേ നാളായി ബീഫ് ബിരിയാണി വെക്കണം വിചാരിക്കുന്നു. ഞാൻ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പം തന്നെ വെക്കാൻ വിചാരിച്ച് 1 കിലോ ബീഫിൻ്റെ ബിരിയാണി ആയിട്ട് വെക്കണത്. അപ്പം ഞാൻ വെക്കണ രീതിക്കാണ് ചെയ്യാൻ പോണത്. കുക്കറിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേവിക്കുക. വെള്ളം കൂടാതെ നോക്കണം, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേവ് ആവണ വരെയും വേവിച്ചുകൊണ്ടിരിക്കുക. റൈസിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെക്കണ ചെറിയ അരിയാണ് എടുത്തേക്കണത്. അത് 1 കിലോ അരി ഉണ്ടായിരുന്നു. അത് കഴുകി നന്നായിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നെയ്യ് എടുക്കുക. നെയ്യിൽ നമ്മൾ സ്പൈസസും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് ചൂടാക്കി എടുക്കുക. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി റൈസ് ഇതാക്കും ഇങ്ങനെയല്ല ചെയ്ത് കുട്ടികൾ മിക്സ് ചെയ്ത് ബിരിയാണിയുടെ മസാലയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത്. പിന്നെ അരി അളന്നിട്ടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചേക്കണത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് മസ്റ്റായിട്ട് ഞാൻ ഇടാറുണ്ട് ബിരിയാണി വെക്കുമ്പോൾ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കാര്യങ്ങളിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു അവർക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റല്ലേ വറുത്തിടുക. അപ്പോൾ അത് ആക്കി വെച്ചിട്ട് വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഞാൻ നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കേണ്ട ചെയ്യണത്. അപ്പം ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ ചോറ് വെന്ത് പോവാതെ ഇടയ്ക്ക് നോക്കി എടുക്കാൻ വേണ്ടി നോക്കണം. കൂടി 1/2 മണിക്കൂർ അതിനുള്ളിൽ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അത് വറുക്കുക. പിന്നെ കാഷ്യൂനട്ട് മുന്തിരി അതൊക്കെ നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കാം. ബിരിയാണി വെക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കൂട്ടുന്ന സംഭവങ്ങൾ. അപ്പോൾ അതെന്തായാലും ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മസാലയൊക്കെ കണ്ടിട്ട് സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി നന്നായിട്ട് വാട്ടിയൊക്കെ സെറ്റാക്കി വെക്കാം. അപ്പോൾ പരമാവധി സ്ലൈസ് തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അത് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വാടി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റേതായ രീതിക്കാണ് ടച്ച് ചെയ്യണത്. ഇപ്പോൾ ബിരിയാണി മസാല ചേർത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് അവരുടെ രീതിക്ക് ചെയ്യുക. പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലാസ്റ്റ് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്ത് തന്നപ്പോൾ കുറച്ച് മസാലയിൽ വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് ലാസ്റ്റ് റൈസ് മിക്സ് ചെയ്യാനുള്ള പാത്രം നെയ്യ് തൂവി കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് വിതറി കൊടുക്കുക. അങ്ങനെ സെറ്റാക്കി ലെയറാക്കിയിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. പിന്നെ മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ റൈസ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് എന്താ കാഷ്യൂനട്ട് സവാളൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ദമ്മൊന്നും വെക്കില്ല, ഇത്രയും ചെയ്യുന്നുള്ളൂ.